മഴയെല്ലാം ചെറുങ്ങനെ പാറിക്കൊണ്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പെയ്ത പോലെ പെയ്യോന്ന് അറിയില്ല, പക്ഷെ അതാ നോക്കാം നമുക്ക്. നോമ്പൊരിക്കട പരിപാടിയെല്ലാം തുടങ്ങിക്കൊണ്ടുണ്ട്. ഇന്ന് ഏതായാലും റൂം തന്നെ മുറിക്കുന്നത്. എല്ലാ ദിവസവും ഓരോരോ ഐറ്റം പുതുതായിട്ട് വരുന്നുണ്ട്. ഇന്നലത്തെ ഐറ്റം അങ്ക് മിസ് ചെയ്ത് ഓറാണെങ്കിൽ എടുത്തു വെച്ചിട്ടൊന്നും ഇല്ലാന്ന് ടേസ്റ്റ് കൊണ്ട് ഇവരെന്നെ തിന്നു പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ ഐറ്റത്തിന് വേണ്ടിട്ട് കാത്തിക്കുന്നത് സതീശേട്ടൻ ഡെയിലി ഓരോരോ ഐറ്റം കൊണ്ടുവരുന്നുണ്ട്. മൂപ്പർ ഒരു സംഭവം തന്നെ. ഐറ്റത്തിന് എന്താണ് പേരിടുന്ന് പറഞ്ഞിട്ട് എല്ലാരും ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുന്നുണ്ട്. പേര് തൊട്ടിട്ടില്ല, പേര് നിങ്ങൾ തന്നെ കേട്ടോ. ഉണ്ടാക്കിയ ഷീറ്റും കൊണ്ടുപോയിട്ട് നേരെ ഫ്രൈ പാനിലേക്ക് തട്ടി. സതീശേട്ടൻ മസാല എല്ലാം ഫില്ലാക്കിക്കൊണ്ടുണ്ട്. അജ്മൽ ആയത് ഓരോന്ന് എണ്ണയിലേക്ക് ഇട്ടോണ്ടുണ്ട്. ബാക്കി എല്ലാവരും അവിടെ നിന്നിട്ട് നോക്കുന്നു. എന്താവും നോക്കണമല്ല, എങ്ങനെ ഉണ്ടാവും കാണണം. ഇതൊരു പരീക്ഷണശാലയായിട്ട് മാറിക്കഴിഞ്ഞ്. കാരണം ആരും കുറ്റം പറയാനൊന്നുമില്ല. ഉണ്ടാക്കിയത് എല്ലാവരും ഒന്നിച്ച് കഴിക്കും. അത് നല്ലതാണെങ്കിൽ ശരി, പൊട്ടാണെങ്കിൽ ശരി. അൽഹംദുലില്ലാ ഇതുവരെ ഇല്ല നോമ്പല് ഉഷാറായിട്ട് പോയിനി. എന്നും അങ്ങനെ പോണെന്ന് പഠിച്ചവനോട് ദുആ ചെയ്യുന്നത്. ഈ പേരിടാത്ത സാധനമാണെങ്കിൽ ഒടുക്കത്തെ ടേസ്റ്റ്. കാരണം മൂപ്പർക്ക് എന്തോ ഒരു കൈപ്പൊണ്യാണ്. കാരണം നമുക്കൊന്നും അങ്ങനെ ആക്കിയാലായില്ല. കുറച്ച് കെച്ചപ്പും കൂട്ടിയിട്ട് തിന്നുമ്പോ അതിനെക്കാട്ടി ടേസ്റ്റ്. പഞ്ചസാറിനെക്കാട്ടി ഡേഞ്ചറാണ് കെച്ചപ്പ്. നല്ല കാര്യം പറയാം. ഇനി വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിലോ എവിടെ ഇല്ലതെല്ലാം ശരിയായിരിക്കും, പക്ഷെ അതും കൂടി കൂട്ടിയിട്ടാകുമല്ലോ അതിന്റെ ഒരു മജ വരുന്നത്. അതെല്ലാം തിന്നിട്ട് നേരെ റൂമിലേക്ക് പോകുമ്പോട്ട് ആടെ ഫായിസ് മട്ടൻ ബിരിയാണി കൊടുത്തിട്ട് ആ പഠിച്ചവനെ പുറത്തുനിന്ന് എടുത്തോ കിട്ടി. ഇതെല്ലാം ഈ റമദാൻ മാസത്തില് ഇങ്ങനെല്ലാം കിട്ടും. അതുകൊണ്ട് തിന്നാതിക്കാൻ കഴിയില്ല. അങ്ങനെ അപ്പുറം പോയിട്ട് നോക്കുമ്പോ കണ്ട് അസീമിന്റെ സ്പെഷ്യലായ ഗുറുഗുണ്ട പാലയ വെച്ചിട്ടുണ്ട്. ഇതെന്തായിട്ട് ഇപ്പം കഴിക്കാൻ കഴിയില്ല. അത്താഴത്തിന് അടിച്ചാൽ ഇൻഷാ അല്ലാഹ് എന്തായാലും കഴിക്കണം. അപ്പൊ ഓക്കെ, ബൈ.